പാറകളിൽ തട്ടിച്ചിതറുന്ന തിരമാലകളുള്ള കോവളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നിരവധി സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയായ സമുദ്ര ബീച്ച്. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ബീച്ച് സീരീസിന്റെ 9ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റ് വീഡിയോസ് കാണാത്തവർക്ക് ബീച്ച് സീരീസ് പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ യാത്ര കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വിഴിഞ്ഞത്ത് നിന്നും സമുദ്ര ബീച്ചിലേക്കാണ്. വിഴിഞ്ഞ ഹാർബറിൽ നിന്ന് സമുദ്ര ബീച്ചിലേക്ക് തീരദേശ റോഡ് വഴി ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. കോവളത്തിന്റെ വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന അധികം തിരക്കില്ലാത്ത മനോഹരമായ ഒരു ബീച്ചാണ് സമുദ്ര ബീച്ച്. പ്രകൃതി ഭംഗി അതേപടി നിലനിർത്തിയിരിക്കുന്ന ഈ തീരം ശാന്തമായ അന്തരീക്ഷം കൊണ്ടാണ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പാറകളിൽ ശക്തിയായി അടിച്ചു കയറുന്ന തിരമാലകളുടെ കാഴ്ചയാണ്. കടലിന്റെ മുഴക്കം കേട്ടുകൊണ്ട് തീരത്തിരുന്ന് സമയം ചെലവഴിക്കാൻ ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്. രാവിലെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിന ജീവിതവും ഇവിടെ കാണാനാകും. തീരത്തോട് ചേർന്ന് തെങ്ങിൻ തോപ്പുകളും റിസോർട്ടുകളും ഉള്ളതിനാൽ പ്രകൃതിയും വിനോദസഞ്ചാര സൗകര്യങ്ങളും ഒരുമിച്ച് അനുഭവിക്കാം. കടലിലിറങ്ങുമ്പോൾ ശ്രദ്ധ വേണം. ചില ഭാഗങ്ങളിൽ പാറകളും ശക്തമായ തിരമാലകളും ഉള്ളതിനാൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നല്ലതാണ്. സൂര്യ ഉദയവും അസ്തമയവും ആസ്വദിക്കാൻ അനുയോജ്യമായ ഈ ബീച്ചിൽ ഫോട്ടോഗ്രാഫിക്ക് നിരവധി മനോഹരമായ ഫ്രെയിമുകൾ ലഭിക്കും. സമുദ്ര ബീച്ചിനോട് ചേർന്നാണ് സമുദ്ര ബീച്ച് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇരിക്കാൻ ബെഞ്ചുകളും നടപ്പാതകളും ഒരുക്കിയിരിക്കുന്ന ഈ പാർക്കിൽ നിന്ന് കടലിന്റെയും തിരമാലകളുടെയും കാഴ്ച ആസ്വദിക്കാനാകും. രാവിലെയും വൈകുന്നേരവും ഇവിടെ സന്ദർശകരുടെ തിരക്ക് കൂടുതലായിരിക്കും. കുടുംബത്തോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും ഫോട്ടോകൾ എടുക്കാനും അനുയോജ്യമായ ഇടമാണ് ഈ പാർക്ക്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കോവളം ബീച്ചിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.